വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അഖിലമിസാണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഫുഡ് ഫോർ ഹെൽത്ത് ആണ് അല്ലേ. ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ. നമ്മുടെ ഡെയിലി ലൈഫൊക്കെ ആയിട്ട് നമ്മുടെ എന്താണ് ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് അല്ലേ. കാരണം ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ പെടുന്നതായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന പോലെ ആയിപ്പോവും. അത് മാത്രമല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പഠിക്കാൻ പോകുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലേ, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കഴിക്കാറുണ്ട്. രാവിലെ കഴിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കുന്നു, വൈകുന്നേരം ചായ കുടിക്കണു, അല്ലെങ്കിൽ കൂട്ടത്തിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണു, രാത്രി എഗെയിൻ നമ്മൾ ആഹാരം കഴിക്കുന്നു അല്ലെ. പല രീതിയിൽ, ചിലപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ എന്താണ് പലരും പല രീതിയിൽ ഇന്റർവെൽസ് എടുത്തിട്ട് ആഹാരം കഴിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വൈ ഡു വി ഹാവ് ഫുഡ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ആഹാരം കഴിക്കുന്നുണ്ടാവുക? ചുമ്മാ അങ്ങ് പോയിട്ട് ആഹാരം കഴിക്കുകയാണോ ചെയ്യുക? നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റോ, അയ്യോ ആഹാരം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പൊ എന്തോ കഴിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ടൈം ടേബിൾ ഒക്കെ എഴുതി വെച്ചിട്ട് കഴിക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല അല്ലെ. ആ ഒരു സമയമാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരം കൃത്യമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ ഒരു ബിരിയാണി കണ്ടു, നമുക്ക് ആ ബിരിയാണിയോട് ഒരു ഇഷ്ടം വന്നു, നമ്മൾ ബിരിയാണി കഴിക്കുന്നു അല്ലെ. ഒരു ജ്യൂസ് കട കണ്ടപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നി, നമ്മൾ ജ്യൂസ് കുടിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം, നമുക്ക് വേണ്ട ഊർജം, നമുക്ക് വേണ്ട ആ ഒരു എനർജി കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ആഹാരം കഴിക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ടു ഗെറ്റ് എനർജി അല്ലെ, ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഊർജത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഹാരം കഴിക്കുന്നത്. ഇനി അതിനു വേണ്ടി മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അക്വയർ ഇമ്മ്യൂണിറ്റി അല്ലെ, പ്രതിരോധ ശേഷി. എന്തിനുള്ള പ്രതിരോധ ശേഷി? ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രതിരോധിച്ചു പോരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. അപ്പൊ ആഹാരം കഴിക്കുന്നത് വഴി നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഡോക്ടേഴ്സ് പറയാറുണ്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ പറയാറുണ്ട്. വൈ, എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് കിട്ടുന്നുണ്ട് അല്ലെ. ആൻഡ് ഫോർ ഗ്രോത്ത്, നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആഹാരം കഴിക്കണം. വേണ്ടേ? ജനിച്ച ഉടനെ കുട്ടിക്ക് കൊടുക്കുന്ന കാര്യമല്ല ഒരു 6 മാസമായിട്ടുള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്, അതല്ല ഒരു വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്, അതല്ല 10-20 വയസ്സായിട്ടുള്ള ആളുകൾ കഴിക്കുന്നത്, അതല്ല 50 വയസ്സായിട്ടുള്ള നമ്മുടെ അമ്മമ്മയോ അല്ലെങ്കിൽ അച്ഛനോ കഴിക്കുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, മാറി മാറി വരികയാണ്. അപ്പൊ വളർച്ചയ്ക്ക് വേണ്ടി, ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരം കഴിക്കുന്നത് അതിനും കൂടെ വേണ്ടിയാണ്. അതായത് നമ്മുടെ കോശങ്ങളും കലകളും ഒക്കെ അല്ലെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള എന്താണ് സെൽസ് ആൻഡ് ടിഷ്യൂസ് അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതൊക്കെ വളരേണ്ടതുണ്ട്. അതിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം അവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല. അങ്ങനെയും നമ്മൾ കഴിക്കുന്നുണ്ട് ആഹാരം അല്ലെ, ഇടയിലൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചായ കുടിക്കണം എന്ന് നിർബന്ധമാണോ? ഒരു നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാറുണ്ട്. ആ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ഫുഡ് നമ്മൾ കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഒരു ഫുൾ പാക്കേജ് പോലെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തെങ്കിലും ആഹാരം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ആളുകളെയും നമുക്ക് കിട്ടുമോ? അതേ അളവിൽ, ശരീരത്തിന് വേണ്ട അതേ അളവിൽ എല്ലാ ആളുകളും നമ്മുടെ ഉള്ളിൽ എത്തുന്നുണ്ടാവോ? നിങ്ങൾ ആലോചിക്കുക, ഒരാൾക്ക് ജ്യൂസ് മാത്രമേ ഇഷ്ടമുള്ളൂ, അതും അയാൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാംഗോ ജ്യൂസ് മാത്രമേ ഇഷ്ടമുള്ളൂ. അയാൾ കുറേ കാലമായിട്ട് മാംഗോ ജ്യൂസ് മാത്രം കഴിച്ചാണ് അയാളുടെ ലൈഫ് എന്ത് ചെയ്യുന്നത്, നിലനിർത്തുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അയാളുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾക്ക് കിട്ടുന്നുണ്ടാവോ?
ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കേണ്ടത്? നമ്മുടെ ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങളെ പറ്റി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വീട്ടിൽ പാരൻസ് ഒക്കെ മക്കളെടുത്ത് പറയുന്നുണ്ടാവും അല്ലെ, എന്താണ് ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ എടാ ഇതൊക്കെ കഴിക്കണം എന്ന് പറയും. ഇനി ഫിഷൊക്കെ കഴിക്കാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഫിഷൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, അത് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം ആൻഡ് വൈറ്റമിൻസ് കിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ട കുറേ ആളുകളുണ്ട്. അതായത് ന്യൂട്രിയൻസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ നീഡഡ് ബൈ അവർ ബോഡി ഫോർ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്തി ബോഡി ഫങ്ഷൻ. എന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറെ ഫങ്ഷൻസ്, കുറെ ശാരീരിക പ്രവർത്തനങ്ങളുണ്ട് അല്ലെ. ഓരോ അവയവവും ചെയ്യുന്ന ഓരോരോ വർക്ക് ഉണ്ട്, ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനൊക്കെ എന്ത് വേണം? വളരെ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരേ ആഹാരം മാത്രം കഴിച്ചിരുന്നു കഴിഞ്ഞാൽ, അതിലെല്ലാം ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിന് എന്ത് വരും? ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഈ പറഞ്ഞിട്ടുള്ള പോഷക ഘടകങ്ങൾ കിട്ടാതെ വരും. അപ്പൊ മക്കൾ ആലോചിക്കും, എന്താണ് ഈ പോഷക ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനെയാണ് നമ്മൾ ഈ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ? അപ്പൊ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് 5 ന്യൂട്രിയൻസ് ആണുള്ളത്. പ്രധാനപ്പെട്ടതാണ് പറയുന്നത്, മെയിൻ ന്യൂട്രിയൻസ്, പ്രധാനപ്പെട്ടിട്ടുള്ള 5 പോഷകങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആദ്യം നമുക്ക് ജസ്റ്റ് അതിന്റെ പേരുകൾ ഒന്ന് പഠിക്കാം അല്ലെ. ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ 5 പോഷക ഘടകങ്ങളുടെ, ആ 5 ന്യൂട്രിയൻസിന്റെ പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ധാന്യകം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഫാറ്റ്സ് അല്ലെ, കൊഴുപ്പുണ്ട്. പ്രോട്ടീനുകളുണ്ട്. വൈറ്റമിൻസ് അല്ലെ, വിറ്റാമിനുകൾ, ജീവകങ്ങളുണ്ട്. ആൻഡ് മിനറൽസ്, ധാതുക്കളുണ്ട്. ഇതാണ് നമ്മുടെ 5 പോഷകങ്ങൾ അഥവാ ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത് മാത്രം മതിയോ? പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത് എന്താണെന്ന്. ഇത് മെയിൻ ആയിട്ടുള്ള പോഷകങ്ങൾ, ന്യൂട്രിയൻസ് ആണെങ്കിൽ ഇതിന്റെ കൂട്ടത്തിലുള്ള ഈ 5 കൂടെ നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളാണ് ആരൊക്കെ? ഫൈബർ ആൻഡ് വാട്ടർ, ജലവും. നിങ്ങൾ കേട്ടിട്ടില്ലേ നാരുകൾ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാന്ന്? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നാരുകൾ, ഫൈബറും എന്താണ് നമ്മുടെ ശരീരത്തില് അത്യാവശ്യമായിട്ട് വേണ്ട ആളുകളാണ്. അപ്പൊ ഈ ആളുകളെ എല്ലാം, ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെ, പോഷക ഘടകങ്ങളുടെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ, ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഇവരെല്ലാവരും ഒരേ അളവിലല്ല നമുക്ക് വേണ്ടത് അല്ലേ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ ഇവരെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലൈഫിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ചാപ്റ്റർ എന്താണ്? വെരി 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 ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റി നമുക്കൊരു അറിവ് ഉണ്ടാവണം. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങി കഴിക്കുന്ന സമയത്ത് അതാണോ നമ്മുടെ ശരീരത്തിന് വേണ്ടത്, അല്ലെങ്കിൽ അത് മാത്രം മതിയോ നമ്മുടെ ശരീരത്തിന് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ സെറ്റ് ആക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒക്കെ അടിപൊളിയായിട്ടല്ലേ നമ്മുടെ ആപ്പിലൊക്കെ നമ്മൾ എടുക്കണുണ്ട് അല്ലേ. അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ വജ്ര ബാച്ചിൽ നമ്മുടെ അഡ്മിഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ദിവസം കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. സോ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വജ്ര 2.0 പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തേക്കുക. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്ററിന്റെ കുറേ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാടാ. അതുവരെ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.